നടത്തുന്നത് ബഹുമാന്യരായ മലപ്പുറം ജില്ലാ SYS സെക്രട്ടറി കൂടിയായ ഉസ്താദ് ഖാസിം ഫൈലി പോത്തന്നൂർ. ഉസ്താദിനെ സാദരം സദസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آله وأصحابه وأتباعه وأهل بيته وأهل الخير كلهم أجمعين. وقد قال الله سبحانه وتعالى في القرآن المجيد: بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم إلى آخره. صدق الله مولانا العلي العظيم. وقد قال رسول الله صلى الله عليه وسلم: العلماء من أمتي كأنبياء من بني إسرائيل. صدق رسوله الأمين. പ്രൗഢമായ വേദിയിൽ ഉപവിഷ്ടരായ അഭിവന്യ സഹോദരങ്ങളെ, മഹിതമായ സംരംഭത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹാദരണീയരായ സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഒത്തുചേരൽ അവൻ ഇഷ്ടപ്പെടുന്ന സുഹൃതങ്ങളിലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ അവസാന നിമിഷം വരെ പരിപാവനമായി സത്യമതത്തിനു വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാനുള്ള കഴിവും തൗഫീക്കും ദീർഘായുസ്സും നമുക്കേവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമുഖമായി ഇങ്ങനൊരു പരിപാടിയിൽ അവസരം നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കാൻ ഈ അവസരം ആമുഖമായി ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം നാട്ടിൽ നിന്ന് വരുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയുള്ള ഈ സംഗമങ്ങൾ ഒരു അത്ഭുതമായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കഠിനമായ ജോലികൾക്കിടയിലും പരിശുദ്ധമായ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി ആ പ്രവാചകനോടുള്ള അതിരറ്റ സ്നേഹത്തിൻ്റെ പ്രകടനമായി ഇങ്ങനെ പാതിരാത്രിയിൽ ഉറക്കമൊഴിച്ച് പരിശുദ്ധ പ്രവാചകരുടെ മദ്ഹ് ഗാനങ്ങൾ പാടാനും അത് കേൾക്കാനും അതിലൂടെ സമസ്ത എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീരാനുമൊക്കെ കാണിക്കുന്ന ഈ മനസ്സ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹിതമായ സുഹൃതങ്ങളുടെ ഉന്നതിയിലെത്തി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നതിൽ സന്ദേഹമില്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ഇരു വീടുകളിലും അള്ളാഹു നൽകുമാറാകട്ടെ. ആമുഖം നീട്ടിക്കൊണ്ടു പോകാതെ അർപ്പിതമായ വിഷയം പരിമിതമായ വാക്കുകളിൽ മാത്രം സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ കേരളത്തിൽ നാടും നഗരങ്ങളും ഒരുങ്ങിക്കൊണ്ട് അതിൻ്റെ 90-ാം വർഷത്തിൻ്റെ വാർഷിക മഹാസംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമായി കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വിഷയവുമായി നമ്മളും ഇവിടെ സമസ്ത പിന്നിട്ട് 9 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം എന്തായിരുന്നുവെന്നതിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കേണ്ടിയിരുന്നത് നമ്മളൊക്കെ സ്നേഹത്തോടെ മാത്രം കാണുന്ന അഭിവന്ദനായ ഉസ്താദ് ത്വയ്യിബ് ഫൈസി അവർകളാണ്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. ചില സാങ്കേതിക പ്രയാസങ്ങളെ കൊണ്ട് അവിചാരിതമായിട്ടാണെങ്കിൽ പോലും ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ അഭിവന്യ ഉസ്താദിൻ്റെ ആ ഉപദേശം അല്ലെങ്കിൽ ആ നിർദ്ദേശം അത് ലംഘിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടും മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അള്ളാഹു എനിക്ക് നൽകിയ ഒരു വലിയ തൗഫീക്ക് കാരണം പ്രവാചക സ്നേഹത്തിന് വേണ്ടി ഒത്തുചേർന്ന നിങ്ങളുമായി അല്പസമയം സംഗമിക്കാൻ കിട്ടിയതൊരു വലിയ ഭാഗ്യമായി കണ്ടുകൊണ്ടും ഞാൻ സൂചിപ്പിച്ച പോലെ കുറഞ്ഞ വാക്കുകളിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുസ്ലിം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ എന്താണെന്ന് കാണാനും മനസ്സിലാക്കാനും സാധ്യമായി എന്നതാണ് ലോകത്തുള്ള മറ്റു മുസ്ലിങ്ങളിൽ നിന്ന്, വിശിഷ്യ ഇന്ത്യയിലുള്ള മറ്റു
സ്റ്റേറ്റുകളിലുള്ള മുസ്ലിങ്ങളിൽ നിന്ന് കേരള മുസ്ലിങ്ങളിൽ വ്യതിരിക്തമാക്കുന്നത്. കാരണം മറ്റു ആളുകളൊക്കെ കേരളത്തിൽ നിന്ന് ഇസ്ലാം എന്താണ് എന്ന് കണ്ടുപഠിച്ചവരാണ്, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയവരാണ്. ഇന്ത്യയിൽ വലിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്റ്റേറ്റുകളിൽ പോലും അവർ ദീൻ കാണുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രചരണത്തിന്റെ ഭാഗമായി പോയ ആളുകളും, അല്ലെങ്കിൽ കേരളത്തിൽ വന്ന ഇസ്ലാമികമായ പ്രബോധനത്തിന്റെ തുടക്കം കുറിച്ചതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ നിമിത്തവുമാണ് മറ്റു പല ഭാഗങ്ങളിലും ഇസ്ലാം എത്തിയത്. എന്നാൽ ഈ പരിശുദ്ധമായ മക്കയിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചക ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രബോധനത്തിന്റെ കാലഘട്ടങ്ങളിൽ തന്നെ പരിശുദ്ധ പ്രവാചകരുടെ ഒരു മുഅ്ജിസത്ത് കാണാൻ അവസരമുണ്ടായി എന്നതുകൊണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ചക്രവർത്തി പരിശുദ്ധ പ്രവാചകർ ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചത് തൻ്റെ കൊട്ടാരത്തിലിരുന്ന് കാണുകയും ആ കണ്ടത് നേരിട്ട് ബോധ്യപ്പെടുത്താൻ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മാലിക് ദിനാർ റളിയല്ലാഹു അൻഹും അനുചരന്മാരും അലറി വിളിക്കുന്ന അലമാലകളെ വകഞ്ഞു മാറ്റി അങ്ങ് കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പിലിറങ്ങിയപ്പോൾ അവരിൽ നിന്ന് പ്രവാചകനെ പഠിക്കാനും ആ പ്രവാചകൻ കാണിച്ച് മുഅ്ജിസത്ത് അവരിൽ നിന്ന് ബോധ്യപ്പെടാനും കഴിഞ്ഞത് നിമിത്തമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം വളരെ നേരത്തെ തന്നെ പ്രവാചകരുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം എത്തിയത്. പിന്നീട് ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ വളരെ ഉദാത്തമായ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ സംതൃപ്തി നൽകുന്ന ഒരു കാലഘട്ടമാണ് പിന്നിട്ട ഓരോ വർഷങ്ങളിലും പരിശുദ്ധമായ ഇസ്ലാമിനെ കേരളത്തിലുള്ള ജനങ്ങൾ സ്വീകരിച്ചതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. യാതൊരു അസ്വാരസ്യങ്ങളുമില്ലാതെ മറ്റു പല പ്രദേശങ്ങളിൽ വിശ്വാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ പലതുകളുടെയും പേരിൽ ആളുകൾ പരസ്പരം കലഹിക്കുകയും, അല്ലെങ്കിൽ സംഘടനകളും സംഘർഷങ്ങളുമായി പക്ഷമായി തിരിയുകയും ചെയ്യുമ്പോഴൊക്കെയും പരിശുദ്ധ ഇസ്ലാം പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞിരുന്നത് അത് അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായി, വളരെ സുതാര്യമായി അതിൻ്റെ പ്രയാണം 1926 ഘട്ടങ്ങൾ വരെ തുടർന്നുവെന്നത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ സമസ്തയുടെ വരവിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് മഖ്ദൂം തങ്ങന്മാരുടെ, അല്ലെങ്കിൽ മഖ്ദൂം പണ്ഡിതന്മാരുടെ കാലഘട്ടം. ആ കാലഘട്ടങ്ങൾ വരെയും പരിശുദ്ധമായ ഇസ്ലാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, വളരെ ഐക്യത്തോടെ, വളരെ സ്നേഹത്തോടെ ആ ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനം പിറവിയെടുക്കുന്നത് 1925-26 കാലഘട്ടങ്ങളിലായിട്ടാണ്. ഇവിടെ സമസ്തയുടെ അതിൻ്റെ തുടക്കത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരെ അതാത് കാലങ്ങളിൽ നിയോഗിച്ച പോലെ ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ദൗത്യങ്ങളെ പ്രബോധനം ചെയ്യാൻ പണ്ഡിതന്മാരെ അല്ലാഹു തെരഞ്ഞെടുത്ത പോലെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിറവി 1926 കേരളത്തിൽ ഉണ്ടായത് എന്നത് വളരെ മനോഹരമായ ഒരു സത്യസന്ധമായ ഒരു കാഴ്ചയായി നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം പല സംഘടനകളും ഇവിടെ പിറവിയെടുത്തത് കേരളത്തിലേക്ക് ചിന്തിച്ചാൽ സങ്കുചിതമായ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ സ്വാർത്ഥ മോഹങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപാധി, അങ്ങനെ മാത്രമായി സംഘടനകൾ പിറവിയെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെയല്ലല്ലോ. മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ വറല്ലാഹു മർക്കദ, മഹാനായ സയ്യിദിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് വരുന്നത് ഒരു അനിവാര്യതയുടെ ഒരു സൃഷ്ടിയായിട്ടാണ്. അഥവാ ഞാൻ സൂചിപ്പിച്ച പോലെ 1921 നമ്മുടെ കേരളത്തിലുണ്ടായ കലാപങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ അതിശക്തമായി സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ പൂർവികരായ ആളുകൾ അവരുടെ എല്ലാത്തിനേക്കാളും, അവരുടെ ജീവനേക്കാൾ പോലും ഈ രാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. ആ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടു. നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം അത് ബ്രിട്ടീഷുകാരിൽ നിന്ന്, അവരിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി വളരെ തീവ്രമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ അതിന്റെ ഭാഗമായി ഒരുപാട് ജീവിതങ്ങൾ ഹോമിക്കപ്പെടേണ്ടി വന്നു. പല ആളുകളെയും നാടുകടത്തപ്പെടേണ്ടി വന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിറവി കേരളത്തിൽ അനിവാര്യമായത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പല ആളുകളും നാടുകടത്തപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തപ്പോൾ അതിൽ നിന്നും പങ്കെടുക്കാത്ത ചില ആളുകൾ അവിടെ നിന്ന് തിരുവിതാംകൂറിലേക്ക് പോവുകയും ഒരു പുതിയ ചിന്താഗതിയുമായി മലബാറിലേക്ക്, ശാന്തമായ മലബാറിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുകയും ചെയ്തു. ആ ഒരു സാഹചര്യം, അവിടെയാണ് സമസ്തയുടെ അനിവാര്യമായ പിറവി അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയത്. കാരണം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, നാട്ടിൽ ഇസ്ലാമികമായ വിശ്വാസങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നാട്ടിൽ പ്രകടമാകുകയും ആ നാട്ടിലുള്ള പ്രതികരിക്കേണ്ട പണ്ഡിതന്മാർ പ്രതികരിക്കാതെ മാറി നിൽക്കുകയും ചെയ്താൽ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കോപം, ശാപവും അവരുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന പ്രവാചകരുടെ പ്രാർത്ഥന അത് വളരെ വ്യക്തമായി ഉൾക്കൊണ്ട പണ്ഡിതന്മാർ
ആ പണ്ഡിതന്മാരാണ് ആ കാലഘട്ടത്തിൽ ഒത്തുചേർന്നത്. മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകനിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ചരിത്രത്തിലേക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9 പതിറ്റാണ്ട് പിന്നിട്ട് സമസ്തയുടെ വിജയത്തിന്റെ കാരണമെന്താവുമെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ആദർശവിശുദ്ധിയാണ്. അതിന്റെ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ വ്യക്തികളെയും നമ്മൾ പരിശോധിച്ചാൽ, നോക്കൂ, അന്ന് മുതൽ ഇന്നേ വരെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അഭിവന്ദ്യരായ നായകന്മാർ അടക്കമുള്ള ഓരോ മഹാത്മാക്കളായ പണ്ഡിതന്മാരുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞാൽ അവിടൊക്കെ മറ്റെവിടെയും കാണാൻ കഴിയാത്ത വളരെ പവിത്രമായ ആദർശവിശുദ്ധിയുടെ ആൾരൂപങ്ങളായിട്ടാണ് അവരിവിടെ ജീവിച്ചത് എന്നത് വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ തുടക്കമാണ് മഹാനായ വരക്കൽ ബാലവി തങ്ങൾ. എന്താണ് വരക്കൽ തങ്ങളുപ്പാപ്പയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നോക്കൂ, ആ ഒരു പ്രാർത്ഥനയാണല്ലോ ഇന്നും സമസ്ത നിലകൊള്ളുന്നത്. സമസ്തക്കെതിരെ അതിശക്തമായ വെല്ലുവിളികൾ സമസ്ത പലപ്പോഴും നേരിടേണ്ടി വന്നില്ലേ? അലറി വിളിക്കുന്ന അലമാലകളെ കണക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, ആ ഒരു മഹിതമായ സംഘടിത സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ഏതൊക്കെ കോണുകളിൽ നിന്നാണ് അതിശക്തമായ പ്രചണ്ഡമായ പ്രചരണങ്ങളുമായി പല ആളുകളും മുന്നോട്ട് വന്നത്. എന്നാൽ ആ സങ്കീർണമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എന്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കഴിഞ്ഞു എന്ന് ചിന്തിച്ചാൽ, മഹാനായ വരക്കൽ തങ്ങളുപ്പാപ്പ മുതൽ തുടങ്ങിവെച്ച ഉസ്താദുമാരുടെ ജീവിത വിശുദ്ധിയിൽ അള്ളാഹു അവർക്ക് നൽകിയ സഹായം കൊണ്ടാണ് എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വരക്കൽ ബാലവി തങ്ങൾ പലപ്പോഴും നമ്മൾ ചരിത്രങ്ങളിൽ കേട്ടതാണെങ്കിൽ പോലും ഇവിടെ ഈ പ്രമേയത്തിന്റെ തുടക്കം എന്ന രീതിയിൽ അല്പമാത്രം അതുമായി ടച്ച് ചെയ്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വരക്കൽ തങ്ങളുപ്പാപ്പയുടെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, ആ കാലഘട്ടങ്ങളിൽ അഥവാ 1921-25 കാലഘട്ടങ്ങളിൽ മുസ്ലിം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭയമായിരുന്നു, അവരുടെ ആത്മീയമായ എല്ലാ നേതൃപരമായി പങ്കുവഹിച്ചിരുന്ന മഹാത്മാവായിരുന്നു മഹാനായ വരക്കൽ തങ്ങൾ. ആ തങ്ങൾ ബഹുമാനപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ മാത്രമല്ല അക്കാലത്ത് സ്ഥാനം നേടിയിരുന്നത്, മറിച്ച് രാജ്യം ഭരിച്ചിരുന്ന സാമൂതിരി അടക്കമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അറക്കൽ അലിരാജ കുടുംബത്തിനുമൊക്കെ ബഹുമാനപ്പെട്ട അറക്കൽ മഹാനായ വരക്കൽ തങ്ങൾ അങ്ങേയറ്റം അംഗീകൃതയുള്ള അല്ലെങ്കിൽ അംഗീകാരം നേടിയ മഹാപണ്ഡിതനായിരുന്നു. ആ വരക്കൽ തങ്ങൾ ഉപ്പാപ്പയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള അതുപോലെ തന്നെ ഒരുപാട് പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ ചെന്ന് പറഞ്ഞു, തങ്ങളെ, ഇതാ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നാടുവിട്ട ആളുകൾ മലബാറിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഇവിടെ ഐക്യസംഘം എന്ന പേരിൽ അതുപോലെ തന്നെ മസ്ലഹത്ത് സമിതി എന്ന പേരിൽ സംഘങ്ങൾ ഉണ്ടാക്കി എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന കലാപങ്ങളെ, കുടുംബപരമായ കലഹങ്ങളെ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അതിനെ ഐക്യപ്പെടുത്താനെന്ന വ്യാജേന ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വളരെ അബദ്ധമായ വാദഗതികളുമായി മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസങ്ങളെ വികൃതമാക്കാൻ ആസൂത്രിതമായ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വന്യരായ തങ്ങളോട് ചോദിച്ചപ്പോ മഹാനായ വരക്കൽ ബാലവി തങ്ങൾ പറഞ്ഞു, മക്കളെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ, ഇവിടെ നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല, ഇവിടെയാണ് നമ്മൾ നമ്മുടേതായ ദൗത്യം നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് സംഘടിത സംവിധാനത്തോടെ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. മഹാനായ വരക്കൽ തങ്ങൾ പാപ ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മദീന മുനവ്വറ ഉല്ലേഖനം ചെയ്ത അർദ്ധനക്ഷത്രാങ്കിത ധവള ത്രിവർണ്ണ പതാക മഹാനായ വരക്കൽ ബാലവി തങ്ങള് ആലിമീങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു പറഞ്ഞു, ഇതാ ഈ ഒരു പതാകയും വഹിച്ചുകൊണ്ട് ഈ ഒരു സന്ദേശവാഹകരായി ഈ സമുദായത്തിന്റെ മുന്നണി പോരാളികളായി ഏത് സങ്കീർണമായ പ്രതിസന്ധികൾ വന്നാലും ഏത് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും അതെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ ഉമ്മത്തിന്റെ കാവലാളുകളായി ഈ ഉമ്മത്തിന്റെ സംരക്ഷകരായി ഉസ്താദുമാരായി നമ്മൾ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ തങ്ങളുപ്പാപ്പ തുടക്കം കുറിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇവിടെ പറയുമ്പോൾ തങ്ങളെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് വരക്കൽ എന്ന പേര് വന്നത്? മഹാനായ തങ്ങളുപ്പാപ്പാക്ക് വരക്കൽ എന്ന പേര് വന്നത് പോലും ആ മഹാമനീഷിയുടെ ഉന്നതമായ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു കറാമത്തായി നമുക്ക് കാണാൻ കഴിയും. വരക്കൽ എന്ന പേര് വരാനുണ്ടായ കാരണം എന്താണ്? കോഴിക്കോട് പുതിയങ്ങാടി കടപ്പുറത്ത് ആ കാലഘട്ടം വന്നാൽ, വർഷക്കാലം വന്നാൽ കടലിളകി മറിയും, തിരമാലകൾ ഇളകി മറിയും, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ പട്ടിണിയാകും, വീട്ടിലൊരു നേരത്തെ ഭക്ഷണം കിട്ടാൻ കഴിയാതെ പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങൾ കണ്ണീര് വാർത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവർ അവസാനം ചെന്ന് പറഞ്ഞു, വന്യരായ തങ്ങളെ, ഇതാ കടലിൽ ക്ഷോഭിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങൾക്ക് മത്സ്യം കിട്ടാതെ ഞങ്ങൾ പ്രയാസപ്പെടുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച സമയത്ത് അവരെയും കൂട്ടിക്കൊണ്ട് മഹാനായ വരക്കൽ തങ്ങൾ കടപ്പുറത്തേക്ക് ഇറങ്ങി വന്നു.
ആലറി വിളിക്കുന്ന തിരമാലകളിലേക്ക് തന്റെ തുണി അങ്ങ് പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിരായ തങ്ങൾ അല്പം ഇറങ്ങി വന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ടൊരു വരങ്ങ് വരച്ചിട്ട് പറഞ്ഞു, കടലേ, ഇതാ ഇങ്ങോട്ട് നീ കയറരുത്, ഇങ്ങോട്ട് കയറരുത്, ഈ പാവങ്ങളായ ആളുകൾക്ക് ഇവിടെ ജീവിക്കണം, അതുകൊണ്ട് ഇങ്ങോട്ട് കയറരുത് എന്ന് പറഞ്ഞപ്പോ ഒരുപക്ഷെ അതിശയോക്തിയായി നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൈലിന്റെ ഓളങ്ങളിലേക്ക് തന്റെ കത്ത് കൊടുത്തയച്ചുകൊണ്ട് നൈൽ നദിയോട് പറഞ്ഞല്ലോ, നൈൽ നദിയെ, ഇനി മുതൽ നീ ഇളകി മറിയരുത്, ഒരു പെൺകുട്ടിയെ നിന്നിലേക്ക് സമർപ്പിച്ചാലല്ലാതെ ശാന്തമാകുന്ന ഒരു പതിവില്ല എന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ ഇനി ഇത് സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൈലിന്റെ ഓളങ്ങളിലേക്ക് ലെറ്റർ കൊടുത്തു വിട്ടപ്പോ ശാന്തമായ ചരിത്രം മനസ്സിലാക്കി നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകരുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാരുടെ നേതാവായ വരക്കൽ തങ്ങൾ ആ കടലിനോട് ചെന്ന് പറഞ്ഞു, കടലെ ഇങ്ങോട്ട് കയറരുത് എന്ന് പറഞ്ഞപ്പോ അന്ന് മുതൽ ഇന്ന് വരെ ആ വരച്ച ഭാഗത്തിന്റെ പുറത്തേക്ക് കടൽ കയറി വന്നിട്ടില്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോ അവിടെയുള്ള പൂർവികരായ ആളുകൾ, പ്രായമുള്ള ആളുകൾ ഇന്നും അത് അംഗീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ മുതലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശുദ്ധിയുടെ തുടക്കം നമ്മൾ കാണേണ്ടത്. ആ വരക്കൽ തങ്ങളാണ് പറഞ്ഞത്, ഇതാ ഖിയാമത്ത് നാൾ ഒരു സംഘമുണ്ടാകണം, നാളെ ഖിയാമത്ത് നാൾ ആസന്നമാകും, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഇവിടെ വരും. ആ വരുന്ന സമയത്ത് കേരളത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം സമസ്തയിലൂടെ മഹദി തങ്ങൾ ഏറ്റെടുക്കുന്ന കാലഘട്ടം ഉണ്ടാകണമെന്ന് അന്ന് മഹാനായ വരക്കൽ തങ്ങൾ ഉപ്പാപ്പ ദുആ ചെയ്ത് പറഞ്ഞുകൊണ്ട് തുടക്കം കുറിച്ച പ്രസ്ഥാനം. എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ചെയ്യേണ്ടി വന്നത്? നമുക്കറിയാം, ഓരോ പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ആ ഒരു പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കഴിഞ്ഞല്ലോ. ആദ്യ വർഷങ്ങളിലൊക്കെ പ്രതിരോധത്തിന്റെ വർഷങ്ങളായിരുന്നു. പ്രതിരോധം എന്ന് പറഞ്ഞാൽ അന്ന് സമസ്തയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിം കേരളത്തിന്റെ ഗതിവിഗതികൾ തന്നെ മാറിമറിയുമായിരുന്നു, ചരിത്രം മറ്റൊന്നായി വായിക്കപ്പെടേണ്ടി വരുമായിരുന്നു. കാരണം അത്രമാത്രം ആസൂത്രിതമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് കേരളത്തിലേക്ക് ബിദ്അഈ പ്രവർത്തനങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. അവരവരുടെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ സാമ്പത്തികമായ പ്രലോഭനങ്ങളിലൂടെ, അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ പ്രകോപനങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അതിനെ പോക്കറ്റടിക്കാനുമുള്ള പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിച്ചു. പക്ഷെ ആ സമയങ്ങളിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തിൽ അന്തർലീനമായി കിടക്കുന്ന സംവിധാനങ്ങളും മഹിതമായ ആശയങ്ങളും എന്തോ അത് കൈമോശം വരാതെ ഉമ്മത്തിന് സമർപ്പിക്കുന്നതിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദ്യ വർഷങ്ങളിൽ അതിനാണ് സമയം നീക്കിവെച്ചത്. അതിനുവേണ്ടി വാദപ്രതിവാദങ്ങൾ വേണ്ടി വന്നു, സംവാദ സദസ്സുകളും അതുപോലെ അതിനെന്തൊക്കെ വേണോ അതിനൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നിൽ നിന്നല്ലോ. ഒരുപാട് ഉസ്താദുമാർ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നു. ഞാൻ ആ ചരിത്രത്തിന്റെ ഭാഗങ്ങളിലേക്ക് സുദീർഘമായി കടന്നു ചെല്ലുന്നില്ല. പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തതോ നോക്കൂ, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വിധം മനോഹരമായ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കാൻ ബഹുമാനപ്പെട്ട ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കഴിഞ്ഞുവെന്നത് വളരെ അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഇസ്ലാമിക വിപ്ലവത്തിന്റെ, വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ അത്ഭുതം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാനൊരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 1998 ജാമിഅ നൂരിയ അറബിക് കോളേജിൽ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ UAE-യുടെ മതകാര്യമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസൻ അൽ ഹസ്റജി എന്ന് പറയുന്ന പ്രഗത്ഭനായ മഹാപണ്ഡിതൻ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സന്ദർശിച്ചു. ആ കൂട്ടത്തിൽ ജാമിഅ നൂരിയയിൽ അദ്ദേഹത്തിന് വളരെ ബഹുമാനപൂർവ്വം ഒരു സ്വീകരണം നൽകിയത് ഞാൻ ഓർത്തുപോവുകയാണ്. ആ സ്വീകരണ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് UAE-യുടെ മതകാര്യമന്ത്രി കണ്ണുനീരൊലിപ്പിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് മാത്രം മതി. മുസ്ലിം കേരളത്തിന്റെ പണ്ഡിതന്മാർ പണിയെടുത്തതിന്റെ അവരുടെ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന പ്രകടനമാണ്, അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനമാണ് ബഹുമാനനായ ഹസൻ ഹസ്റജി എന്ന് അവിടെ വെച്ച് നടത്തിയത്. അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? അദ്ദേഹം പറയുകയാണ്, കോട്ടക്കലിൽ നിന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് അതിരാവിലെ യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഇരുഭാഗങ്ങളിലും നല്ല തൊപ്പിയണിഞ്ഞ ചെറിയ ചെറിയ കൊച്ചുമക്കൾ, അതുപോലെ തന്നെ മുഖമക്കനെ അണിഞ്ഞ പെൺകുട്ടികൾ, അവർ മനോഹരമായി പോകുന്ന കാഴ്ച ഞാൻ കണ്ടു. വെളുപ്പാങ്കാലത്ത് തണുപ്പുള്ള സമയങ്ങളിൽ അതൊന്നും വകവെക്കാതെ ചെറിയ കുട്ടികൾ പോകുന്ന കാഴ്ച കണ്ടപ്പോ എന്നെ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, ഇവരാരാണ്? ഈ കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുവല്ലോ. വളരെ മനോഹരമായ ഇസ്ലാമിക വേഷവിധാനത്തോട് കൂടി ഈ സമയത്ത് ഇത്ര ചെറിയ പ്രായത്തിൽ ഈ കുഞ്ഞുങ്ങൾ നടന്നു പോകുന്നത് എവിടേക്കാണെന്ന് ഞാൻ ചോദിച്ചപ്പോ ഡ്രൈവർ എന്നോട് പരിചയപ്പെടുത്തി, ഇത് കേരളത്തിൽ സമസ്ത എന്ന് പറയുന്ന സംഘടനയുണ്ട്. ആ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ
അന്ന് ഞാൻ ഓർത്തു പോകുന്ന ഏകദേശം 7000-ഓളം അടുത്ത് നിൽക്കുന്ന മദ്രസകളാണ് 98-ൽ ആ കാലഘട്ടത്തിലുള്ളത് എന്ന് ഞാൻ ഓർത്തു പോകുന്നു. അത്രത്തോളം മദ്രസകൾ ഇവിടെയുണ്ട്. ആ മദ്രസകളിൽ പഠിക്കുന്ന കുഞ്ഞുമക്കളാണ് രാവിലെ 7 മണിക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി ആരംഭിച്ചുകൊണ്ട് സമയമാകുമ്പോൾ സ്വലാത്തോട് അവസാനിക്കുന്ന സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെ ഇസ്ലാമത പഠനത്തിന് വേണ്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹസൻ അൽ ഖസ്റജി അവിടെ കൂടെ ഉസ്താദുമാരിലേക്ക് വിരൽ ചൂണ്ടി. മഹാനായ റഈസുൽ ഉലമ മൗലാന കാളമ്പാട് ഉസ്താദ് എന്ന സദസ്സിലുണ്ട്. മഹാനായ ഞങ്ങളൊക്കെ അഭിവന്ദനായ ഉസ്താദ് ശൈഖുന കെ ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മൗലാന ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അടക്കമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഹസൻ അൽ ഖസ്റജി പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറയും, ഞാൻ UAE എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ അധിപനാണ്. ആ ഇസ്ലാമിക രാജ്യത്തിന്റെ മതകാര്യത്തിന് നേതൃത്വം നൽകുന്ന ഒരു മിനിസ്റ്ററാണ് ഞാൻ. പക്ഷേ എനിക്ക് എന്റെ നാട്ടിൽ ഇസ്ലാം മതം പഠിക്കാൻ വേണ്ടി മാത്രം ഒരു മദ്രസ ഉണ്ടാക്കാൻ ഇന്നേ വരെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നു, അവിടെ പഠിപ്പിക്കുന്ന മദ്രസയിൽ സമന്വയ പഠനമാണ്. മതവും ഭൗതികവും സമന്വയിച്ച് പഠിക്കുന്ന സംവിധാനമാണ് UAE-യിലുള്ളത്. പക്ഷേ ഈ കേരളത്തിലേക്ക് വന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൗഹീദ് പഠിപ്പിക്കാൻ, നമസ്കാരം പഠിപ്പിക്കാൻ, സ്വഭാവ വിശുദ്ധി എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചിട്ടപ്പെടുത്തിയ മദ്രസ സംവിധാനം ഉണ്ടാക്കിയ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനത്തിൽ ഞാനിതാ ലജ്ജിച്ച് തലകുനിക്കുന്നുവെന്ന് അർത്ഥം വരുന്ന ആശയപ്രകടനം നടത്തിയപ്പോ എന്റെ മുന്നിലിരിക്കുന്ന SYS-ന്റെയും ഇസ്ലാമിക് സെന്ററിന്റെയും ബഹുമാന്യരായ പ്രവർത്തകന്മാരെ, ഇതിനേക്കാൾ അപ്പുറം എന്താണ് നമുക്ക് സന്തോഷിക്കാനുള്ളത്? കാരണം ഒരു മതകാര്യ മന്ത്രി, ഒരു ഇസ്ലാമിക രാജ്യത്തിന് നേതൃത്വം നൽകുന്ന ഒരു മന്ത്രി വന്നുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയാത്തത് ഈ കേരളത്തിലുള്ള നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പിന്നിട്ട വർഷങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഞാൻ ഈ സൂചിപ്പിച്ചതിനേക്കാൾ എന്താണ് നമുക്ക് ഉദാഹരണമായി പറയാനുള്ളത്? അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ വിജ്ഞാനം അതിന്റെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ഒരുപാട് സുഹൃതങ്ങൾക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കഴിഞ്ഞെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചാലകശക്തി എന്ന് പരിശോധിക്കുമ്പോഴാണ് ഉസ്താദുമാരുടെയൊക്കെ വ്യക്തിവിശുദ്ധിയും അവരൊക്കെ ജീവിതത്തിൽ പുലർത്തിയ ആത്മാർത്ഥതയും അള്ളാഹുവിനുള്ള തഖ്വയും നിറഞ്ഞ മനസ്സുമാണ് അതിനൊക്കെ കാരണമായത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഓരോ ഉസ്താദുമാരിലേക്ക് ചിന്തിച്ചു നോക്ക്. ഭൗതികമായ യാതൊരു താല്പര്യങ്ങളുമില്ലാതെ അറിയാമോ, നമ്മുടെ ഓരോ ഉസ്താദുമാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി നാടും നഗരവും ഇളകി മറിച്ചുകൊണ്ട് അവരുടെ കാൽപാദങ്ങളെ കൊണ്ട് നടന്നു ചെന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു സംവിധാനം അവരുണ്ടാക്കിയത്. അവർ അധ്വാനിച്ചുകൊണ്ടാണ് അവരുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ആക്കിബത്ത് മനോഹരമായി അള്ളാഹുവിന്റെ മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കുച്ചരിച്ച് മരിക്കാൻ ഓരോ പണ്ഡിതന്മാർക്കും കഴിഞ്ഞുവെന്നത് ഓരോ ഉസ്താദുമാരുടെയും ആക്കിബത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായി കണ്ടെത്താൻ കഴിയും. കാരണം നമുക്കറിയാമല്ലോ, മഹാനായ റഈസുൽ മുഹഖഖീൻ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട ആ മഹാന്റെ മരണസമയം നമുക്കറിയാം. അതുപോലെ തന്നെ മൗലാന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മളേറെ സ്നേഹിക്കുന്ന മുസ്ലിം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ പ്രഗത്ഭരായ പണ്ഡിത നേതാക്കന്മാർ എന്നാണ് ഇവരെ അർത്ഥത്തിൽ നമ്മളൊക്കെ ലോകം അംഗീകരിച്ചത്. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഈ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഇത്രമാത്രം അംഗീകാരമുള്ളൊരു മഹാപണ്ഡിതനായത് എന്ന് ചോദിച്ചാൽ കേവലം ഒരു അദ്ദേഹത്തിന്റെ ആ ശാരീരികമായ സൗന്ദര്യം കണ്ടുകൊണ്ടല്ലോ, അതല്ലെങ്കിൽ ഒരു പ്രതാപം ഉണ്ടായത് കൊണ്ടല്ല, നേരെ മറിച്ച് അള്ളാഹുവിൽ വിശ്വാസമുള്ള തഖ്വയുള്ള ഒരു മഹാപണ്ഡിതനായി ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അള്ളാഹു അംഗീകരിച്ചു. അള്ളാഹു അംഗീകരിച്ചാൽ സ്വാഭാവികമായും അല്ലാഹു മലക്കുകളോട് പറയും, മലക്കുകളെ ഞാൻ ഇന്ന വ്യക്തി ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടുക. ആ സന്ദേശം മലക്കുകൾ കൈമാറിയാലോ പരിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, ഒരു പ്രത്യേകമായ അംഗീകാരം ആ പണ്ഡിതനുണ്ടാകും. ആളുകൾക്കിടയിൽ എന്നെ ബഹുമാനിക്കണമെന്ന് പറയേണ്ടതില്ല, ആരും പറയാതെ തന്നെ സ്വയം സമൂഹം അവർക്കൊരു അംഗീകാരം കൊടുക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ വലിയ മഹാപണ്ഡിതനാണല്ലോ കണ്ണിയത്ത് ഉസ്താദ്. ചരിത്രം നമുക്കറിയാമല്ലോ, കോട്ടക്കൽ അടുത്തൊരു സ്ഥലത്ത് മഴയില്ലാത്തൊരു കാലഘട്ടം, ആകെ വരൾച്ച നേരിടുകയാണ്. അവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെയും ആകെ പ്രയാസപ്പെട്ടു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചു. അവസാന പരിഹാരം എന്ന രീതിയിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നമുക്ക് ദുആ മജ്ലിസ് സംഘടിപ്പിക്കാം. ആ ദുആ മജ്ലിസ് സംഘടിപ്പിച്ചു. ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്രേ, കുറെ അങ്ങ് ദുആ ചെയ്ത് പറഞ്ഞത്രേ, അല്ലാഹുവേ അല്ലാഹുവേ, ഇതാ നിന്നോട് ചോദിക്കുന്നത് കണ്ണിയത്ത് അഹമ്മദാണ്.
അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാ, ഞാൻ ഇവിടെ നിന്ന് പോകണോ? മഴ പെയ്തല്ലാതെ ഈ കണ്യത്തി സ്റ്റേജിൽ നിന്ന് ഇറങ്ങില്ല എന്ന് ഉറക്കെ സ്റ്റേജിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോ നോക്കൂ, ഒരു മഴയുടെ തുള്ളിലാഞ്ചന പോലുമില്ല. ചില ആളുകൾ മഴ പെയ്യുമ്പോ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് മുന്നിൽ നാടകം അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ മൗലാന കണ്യത്ത് ഉസ്താദ് അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഒരു തുള്ളി മഴയ്ക്ക് വേണ്ടി സാധ്യത പോലുമില്ലാത്ത വരണ്ട് കിടക്കുന്ന ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞു, അല്ലാഹുവേ, ഈ കണ്യത്ത് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ മഴ പെയ്തല്ലാതെ ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞപ്പോ ഉസ്താദുമാർക്ക് ആകെ അത്ഭുതപ്പെട്ടു. അവരാകെ അത്ഭുതപ്പെട്ടു. പടച്ച റബ്ബേ, എന്താണ് ഈ പറഞ്ഞത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റാണ് പൊതുജനങ്ങൾക്കിടയിൽ പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. രണ്ടാലൊന്ന് സംഭവിക്കണം, ഒന്ന് മഴയില്ലാതെ മഹാനായ ഷെയ്ഖുന ഇറങ്ങിപ്പോരേണ്ടി വരും. അങ്ങനെ ഇറങ്ങിപ്പോന്നാൽ അത് സമസ്തയുടെ പ്രസിഡന്റ് അങ്ങനെ ദുആ ചെയ്തിറങ്ങിപ്പോന്നുവെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള വിദേഹത്തുകാർക്ക് അത് കൊണ്ടു നടക്കാൻ അവസരമാകും. അതല്ലെങ്കിലും മഴയുണ്ടാകണം, മഴക്കാണെങ്കിൽ സാധ്യതയില്ല. വീണ്ടും പറഞ്ഞു, മഴ പെയ്തല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല. അവരോട് പറഞ്ഞു സ്വലാത്ത് ചെല്ലാൻ. കണ്യത്ത് ഉസ്താദ് അവരോട് നിർദ്ദേശം പോലെ ദിക്ർ ചെല്ലാൻ തുടങ്ങി. ആളുകളൊക്കെ ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുക? സമയം അധികം വൈകിയില്ല. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി അതിശക്തമായി മഴ പെയ്തുകൊണ്ട് പരിസരത്തെവിടെയും പെയ്യാത്ത മഴയുമായി ആ സ്റ്റേജ് നനഞ്ഞുകൊണ്ട് മഹാനായ കണ്യത്ത് ഉസ്താദ് ഇറങ്ങിപ്പോയി എന്ന് ഇന്നും പഴമക്കാർ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ സാക്ഷ്യപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പിന്നിട്ട പതിറ്റാണ്ടുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ ആദർശ വിശുദ്ധിയുടെ ആൾരൂപങ്ങളായ ഉസ്താദുമാരുടെ നേതൃത്വം അത് തന്നെയാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായ സംഭവം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ മുന്നിൽ അള്ളാഹു ആയിരുന്നു, അള്ളാഹുവിന്റെ ദീനായിരുന്നു. കണ്യത്ത് ഉസ്താദിൽ മാത്രമല്ലല്ലോ, ശംസുൽ ഉലമയിലും കണ്ടില്ലേ നമ്മൾ ഈ അത്ഭുതം? എടക്കര പ്രദേശത്ത് ക്രൈസ്തവ മിഷണറിയുടെ പ്രവർത്തനം സജീവമായ ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ സംവാദം നടക്കുന്നു. ഒരു ഭാഗത്ത് ലോഹയണിഞ്ഞ പുരോഹിതന്മാർ, കുരിശിമാലയണിഞ്ഞ അതിശക്തന്മാരായ മിഷണറി പ്രവർത്തകന്മാർ, മറുഭാഗത്തോ മഹാനായ ശൈഖുന ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമയ്ക്ക് വേദി സംഘടിപ്പിച്ചത് സുന്നികൾ മാത്രമായിരുന്നില്ല, നേരെ മറിച്ച് എല്ലാ വിഭാഗം ആളുകളും സമന്വയിച്ചുകൊണ്ടാണ്. കാരണം ഈ വലിയ ശത്രുക്കളാകുന്ന ഈ ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തെ തടയുക എന്ന ആവരറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടിപ്പിച്ച മഹത്തായ സംരംഭം. അതിൽ മഹാനായ ശംസുൽ ഉലമ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ അവിടെ വെച്ച് സംവാദത്തിൽ വന്നൊരു പുരോഹിതൻ ചോദിച്ചത്രേ, എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവർക്ക് ജീവൻ കൊടുക്കാറുണ്ട് എന്ന് ഖുർആനിൽ നിങ്ങൾ പറയാറില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ശംസുൽ ഉലമ പറഞ്ഞു, ഉണ്ടല്ലോ. എന്നിട്ട് വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എന്താണ്? എന്റെ സമുദായത്തിലുള്ള പണ്ഡിതന്മാർ ബനൂ ഇസ്രായേൽ വന്നുപോയ പ്രവാചകന്മാർക്ക് തുല്യമാണെന്നും നിങ്ങൾ പ്രവാചകൻ പറഞ്ഞില്ലേ? അതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇത് രണ്ടും അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? ഓരോ ശവം കൊണ്ടുവന്നാൽ ഈസാ നബിയുടെ പിൻഗാമിയാണ് നിങ്ങളെങ്കിൽ, ഈസാ നബിയെ പോലെയുള്ള പ്രവാചകന്മാരുടെ പവർ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ സത്യമെങ്കിൽ ഒരു ശവം കൊണ്ടുവന്നാൽ ജീവൻ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു ശവം കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് മഹാനായ ശംസുൽ ഉലമയോട് ചോദിച്ചപ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊന്ന് ചിന്തിക്കാനിട നൽകാതെ ശംസുൽ ഉലമ പറഞ്ഞത്രേ, കൊണ്ടുവാടാ, ഞാൻ ജീവൻ കൊടുക്കാം, കൊണ്ടുവാ, ഞാൻ ജീവൻ നൽകാം. ആരാണ് പറഞ്ഞത്? മഹാനായ ശൈഖുന ശംസുൽ ഉലമ. അദ്ദേഹം ആകെ അങ്ങ് വിറച്ചു. ആളുകൾ തക്ബീർ ചൊല്ലി. എന്താണ് സംഭവിച്ചത്? മിഷണറി പ്രവർത്തനത്തിന് വന്ന പുരോഹിതന്മാരിൽ പലരും അവിടെ കളം വിട്ട് ഓടിപ്പോയി എന്ന് മാത്രമല്ല, അതിൽപ്പെട്ട ഒരു സഹോദരൻ ഇബ്രാഹിം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് എന്നും ഇസ്ലാമിക ദഅവത്തിന്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ സംഭവിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ശംസുൽ ഉലമയോട് ചോദിച്ചത്രേ, അഭിയൊന്നനായ ഉസ്താദ് അവർകളെ, എന്ത് രീതിയിലാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അവരെങ്ങാനും കൊണ്ടുവരുമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ശംസുൽ ഉലമയുടെ വാക്ക് മറുപടി, അതാണ് ദീൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശംസുൽ ഉലമ പറഞ്ഞത് എന്താണ്? രണ്ട് കാര്യമാണ് സംഭവിക്കുക. ഇത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാ ഞാൻ പറഞ്ഞത്. എന്റെ കുടുംബകാര്യത്തിന് വേണ്ടിയല്ല, എന്റെ വ്യക്തികാര്യത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാനിത് പറയുമ്പോ എന്നെ അള്ളാഹു സഹായിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അള്ളാഹുവിന്റെ ദീൻ തഖ്വയിൽ പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പറഞ്ഞവരാണ് സമസ്തയുടെ പണ്ഡിതന്മാർ. ശംസുൽ ഉലമ പറഞ്ഞു, രണ്ടാലൊന്ന് സംഭവിക്കും. ഒരുപക്ഷെ അങ്ങനെ ഒരു ശവം കൊണ്ടുവരാൻ അള്ളാഹുവിനക്ക് തോന്നിപ്പിക്കില്ല, അങ്ങനെ തോന്നിപ്പിക്കില്ല. ഇനി തോന്നിപ്പിച്ചാലോ അവന് ജീവൻ കൊടുക്കാൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ആ കഴിവ് അള്ളാഹു എനിക്ക് നൽകുമെന്ന ഉത്തമ വിശ്വാസത്തോട് കൂടെ തന്നെയാണ് ഞാനത് പറഞ്ഞത് എന്ന് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനായ ശൈഖ് അവർകൾ പറഞ്ഞപ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരൊക്കെ പുലർത്തിയ ഈ വിശുദ്ധി, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലോ, അവിടുത്തെ വഫാത്ത് പോലും ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറയാൻ കഴിഞ്ഞില്ലേ?
ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലി മരിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മൻ കാന ആഖിറു കലാമി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ഒരാൾ അവസാനത്തെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി മരിക്കാൻ കഴിഞ്ഞാൽ അവൻ സ്വർഗപ്രവേശനം ഉറപ്പാണ് എന്നാണല്ലോ പ്രവാചകൻ പഠിപ്പിച്ചത്. എന്നാൽ ഈ അർത്ഥത്തിൽ മഹാനായ ശംസുൽ ഉലമയുടെ വഫാത്ത് അങ്ങനെയല്ലേ? പരിശുദ്ധമായ സുബഹിയുടെ ബാങ്കിന് ജവാബ് നൽകിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ ബാങ്ക് അവസാനിപ്പിച്ചപ്പോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിയിട്ട് ഈ ലോകത്ത് നിന്ന് കണ്ണടച്ച മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരൊക്കെ കാണിച്ചു തന്ന ഈ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അങ്ങനെ ഓരോ ഉസ്താദുമാരുടെയും ആക്കിബത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞാൽ വല്ലാത്തൊരു അത്ഭുതം തോന്നിപ്പോകും. കാരണം ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ ഒരു സംഘടനയാണ്. നിങ്ങൾ ഉറക്കമൊഴിക്കുന്നുവെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ ഉറക്കമൊഴിച്ച് എല്ലാവരും പാതിരാത്രി അതിശക്തമായി നിദ്രയിൽ ലയിച്ചു കിടക്കുമ്പോൾ എൻ്റെ ഈ ജിദ്ദയിലുള്ള ഈ ഓഡിറ്റോറിയത്തിൽ എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു പക്ഷേ നേരം പുലർന്നാൽ നിങ്ങൾ പല ജോലികളിൽ വ്യാപൃതരാകേണ്ടവർ, ഒരുപാട് പ്രയാസപ്പെടേണ്ടവർ, ഈ പ്രവാസ ജീവിതത്തിനിടയിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് റബ്ബേ ഞങ്ങളുടെ ദീനെന്ന അവരൊറ്റ മനസ്സുമായി ഈ സമസ്തയുടെ ഭാഗമായി നിങ്ങൾ കൂടിയപ്പോ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. കാരണം നാളെ നമുക്ക് കൂടെ നിൽക്കാനുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചല്ലോ, അന്തമായ മനഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചുവോ അവരോട് കൂടെ നാളെ നീ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ ഈ ശംസുൽ ഉലമയോട് കൂടെ, ഈ കണ്യത്ത് ഉസ്താദിനോട് കൂടെ, അവരുടെ നേതാവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നാളെ നമുക്ക് പോകാൻ കഴിയണം. അതുകൊണ്ട് നമ്മൾ ഈ വളരെ ശക്തമായി ഇതിന്റെ പ്രവർത്തന ഗോതയിൽ നമ്മുടെ നിറസാന്നിധ്യം ഉണ്ടായിരിക്കണം. ശംസുൽ ഉലമയുടെ വഫാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, മഹാനായ മൗലാന കെ.ടി. ഉസ്താദ് അടക്കമുള്ള ഓരോ പണ്ഡിതന്മാരും ജമിയത്തുൽ മുഅല്ലിമീന്റെ ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളെ സാക്ഷ്യം നിർത്തിയിട്ട് തന്റെ വെപ്പ് പൊല്ല് പോലും തന്റെ കൈകൊണ്ട് മാറ്റിവെച്ച് തന്റെ മരുമകനാകുന്ന അമീദ് ഫൈസി അമ്പലക്കടവിനെ ഏൽപ്പിച്ചുകൊണ്ട് തന്റെ വീട്ടിൽ നിന്ന് തോർത്തുമുണ്ട് താഴെ കെട്ടാൻ തോർത്തുമുണ്ടുമായി വന്ന മഹാനായ മൗലാന കെ.ടി. ഉസ്താദ്. ഓരോ ആളുകളും ഒരു സംഭവം കൂടി നോക്കൂ നിങ്ങൾ. മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സമസ്ത ആദർശ വിശുദ്ധിയുടെ 90 വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സമയം നമുക്ക് പറഞ്ഞാലും അവസാനിക്കില്ല. പക്ഷെ ഞാൻ അല്പസമയങ്ങളിൽ മാത്രം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടാൻ വേണ്ടി ഒരു ഭാഗം ഇങ്ങനെ തൊട്ടുപോവുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ വലിയൊരു അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് വിടവാങ്ങിയ ഒരു മഹാപണ്ഡിതനാണ്, സയ്യിദാണ്. അള്ളാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. 2 സംഭവങ്ങളുണ്ട്. ഒന്നേതാണ്, മറ്റന്നാളാണ് വഫാത്ത് എങ്കിൽ ഇന്ന് തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തൻ്റെ വീട്ടിലേക്ക് ഉമർ അലി തങ്ങൾ വരുത്തുന്നു. അത് പാണക്കാട് ചരിത്രത്തിൽ സംഭവിക്കാറില്ല. വല്ലതും പറയാറുണ്ടെങ്കിൽ ഉമർ അലി തങ്ങൾ അങ്ങോട്ട് പോകും എന്നല്ലാതെ ഇങ്ങോട്ട് വരുത്താറില്ല എന്ന് സാധാരണക്ക് വിരുദ്ധമായി പറഞ്ഞു. കോയക്കാനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞ് ആളയച്ചു. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉമർ അലി തങ്ങളെ വീട്ടിലെത്തുന്നു. ഉമർ അലി തങ്ങൾ നേരെ വീട്ടിൻ്റെ തൻ്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടിരുത്തി ഉള്ളിൽ നിന്ന് വാതിലടക്കുന്നു. രണ്ടുപേരും കുറേ സമയം എന്തോ സംസാരിക്കുന്നു, ആർക്കും അറിഞ്ഞുകൂടാ. അവസാന മണിക്കൂറുകളെ സംസാരത്തിന് ശേഷം ഡോർ തുറന്ന് മഹാനായ വലിയ തങ്ങൾ പുറത്തു വരുമ്പോൾ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പുറത്തു വരുമ്പോൾ തൻ്റെ കണ്ണങ്ങ് കലങ്ങിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കണ്ണിൽ നിന്ന് അശ്രുകണങ്ങൾ ഒലിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്താണ് പറഞ്ഞത് ആർക്കും അറിഞ്ഞുകൂടാ. ഒന്നും ഉണ്ടാതെ വളരെ പ്രയാസത്തോടെ തങ്ങൾ ആ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നു. അത് കഴിഞ്ഞ് മറ്റന്നാളാണ് മരിക്കുന്നതെങ്കിൽ ഇന്ന് തൊട്ട് നാളെയാണ് ദിവസമെങ്കിൽ നേരെ തലേ ദിവസം എന്ത് സംഭവിക്കുന്നു? മക്കളെ വിളിച്ചു പറഞ്ഞു, മക്കളെ ഈ പറമ്പൊക്കെ വൃത്തിയാക്കണം. അമീദ് അലി തങ്ങളൊക്കെ ചോദിച്ചു, എന്തിനാ ഉപ്പ അങ്ങനെ? ഇപ്പൊ പ്രത്യേകിച്ച് എന്താണ് ഇവിടെയുള്ളത്? മക്കളെ ആളുകൾ കൂടുമ്പോൾ വേണ്ടി വരും, അതുകൊണ്ട് പറമ്പെല്ലാം വൃത്തിയാക്കുക. സമസ്തയുടെ നേതാക്കന്മാർ ഓരോ ആളുകളെയും പരിശോധിച്ചോ. നാളെ മരിക്കുകയാണെങ്കിൽ ഇന്ന് മക്കളെ വിളിച്ച് പറയുന്നു പറമ്പ് വൃത്തിയാക്കണം. അങ്ങനെ പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഉപ്പ പറഞ്ഞു, മക്കളനുസരിച്ചു എല്ലാം വൃത്തിയാക്കി. മരണ ദിവസം പനിയുണ്ടാകുന്നു, രോഗം കഠിനമാകുന്നു. പനി ശക്തമായപ്പോ പറഞ്ഞു, മക്കളെ എനിക്ക് ഡോക്ടറെ അടുക്കൽ പോകണം. മഹാനായ അമീദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ റഷീദ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആൺമക്കൾ, അതുപോലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള അനുജന്മാരോടൊക്കെ പറഞ്ഞു, സമ്മതം ചോദിക്കുന്നു ഹോസ്പിറ്റലിൽ പോകാൻ. സാധാരണ അങ്ങനെ പതിവില്ലല്ലോ. ഏതാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വണ്ടി വന്നപ്പോ ഉമർ അലി തങ്ങൾ പറഞ്ഞത്രേ, ബീവിയോടും അതുപോലെ മക്കളോടും അടുത്തു വരാൻ പറഞ്ഞു. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ വിളിക്കുന്നു, ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നു. അതും പതിവില്ലാത്തത്. അങ്ങനെ ഫാത്തിഹ ഓതി തങ്ങൾ തന്നെ ദുആ ചെയ്തു. അവിടെ നിന്ന് മലപ്പുറം KPM ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എത്തി സമയങ്ങൾ കഴിഞ്ഞില്ല. പിന്നെ കിട്ടുന്ന വാർത്ത എന്താണ്? മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, എന്നാ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്,
തന്റെ ജ്യേഷ്ഠനോട് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക, ഇക്കാ ഞാൻ പോവുകയാണ്, അള്ളാഹുവിന് വിളി വന്നിട്ടുണ്ട്, ഞാൻ യാത്ര ചോദിക്കുന്നുവെന്ന്. യാത്ര മൊഴിയാകാനില്ലേ ഇവിടെ സാധ്യത? തന്റെ മക്കളോട് പറമ്പ് വൃത്തിയാക്കാൻ പറഞ്ഞത് എന്താണ്? മക്കളെ, ഉപ്പാക്ക് പോകാൻ സമയമായിട്ടുണ്ട്, നാളെ ആളുകൾ കൂടണം, അതുകൊണ്ട് വൃത്തിയാക്കൂ എന്നല്ലേ സൂചന? ഒരു കാര്യം കൂടി കൂട്ടി വായിക്കണം നമ്മൾ. ആ മദ്രസയുടെ ജനറൽ സെക്രട്ടറിയാണ് ഉമർ അലി ശിഹാബ് തങ്ങൾ. അന്ന് മഹാനായ ഉമർ അലി തങ്ങളെ കാണാൻ വേണ്ടി മദ്രസയിലെ സദറുസ്താദ് വരുന്നു. വ്യാഴാഴ്ച ദിവസമാണല്ലോ. വന്നുകൊണ്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ വീട്ടിൽ പോവുകയാണ്, പക്ഷേ ഒരു കാര്യം സെക്രട്ടറിയായ അങ്ങയോട് പറയാനുണ്ട്. ചേളാരിയിൽ നിന്നൊരു കത്തുണ്ട്, അത് ഒപ്പിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് നാട്ടിൽ പോയി ശനിയാഴ്ച വരും, ഞാൻ വന്ന് അങ്ങയുടെ അടുക്കൽ കൊണ്ടുവരാം, ഞാൻ ഇപ്പൊ അറിയിച്ചുവെന്ന് മാത്രമെന്ന് പറഞ്ഞപ്പോ എടുത്ത ഉടനെ ഉമർ അലി ശിഹാബ് തങ്ങൾ പറയുന്നു, എന്റെ ഒപ്പ് വേണോ? വേഗം കൊണ്ടുവാ. ഞാൻ ഒപ്പിടണോ? വേഗം കൊണ്ടുവാ എന്ന് പറഞ്ഞുകൊണ്ട്, സാധാരണ അങ്ങനെ പറയാത്ത ഉമർ അലി ശിഹാബ് തങ്ങൾ തന്നെ മദ്രസയിലെ സദറുസ്താദിനെ ആ സമയത്ത് തന്നെ പറഞ്ഞയച്ച് അപ്പോൾ തന്നെ ഒപ്പിട്ട് കൊടുത്തപ്പോ എന്നാണ് അതിന്റെ സൂചന. ആ സദറുസ്താദിന് മഗ്‌രിബിന്റെ സമയത്ത് കിട്ടുന്ന വാർത്ത എന്താണ്? അന്ന് ഒപ്പിട്ട് കൊടുത്ത മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ ഇതാ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ ആശയം. ഇതാ ഞാൻ മരിക്കുകയാണ്, ലോകത്തോട് വിട പറയുകയാണ് എന്ന് അല്ലാഹു തആല നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ ആലിമീങ്ങളും ആ രീതിയിലാണ് ലോകത്തോട് വിട പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്തയുടെ ഈ വിശുദ്ധമായ അതിന്റെ നയങ്ങളും അതിന്റെ ഉസ്താദുമാരും ഇതെല്ലാം വളരെ വ്യക്തമായി പകൽ വെളിച്ചം പോലെ നമ്മുടെ മുന്നിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ നക്ഷത്ര ശോഭയെ തകർക്കാൻ, ഈ പരിശുദ്ധമായി മുന്നേറ്റത്തെ ഇല്ലായ്മ ചെയ്യാൻ, ലോകത്തെ ഏത് കുബുദ്ധികൾ ഏത് അർത്ഥത്തിൽ ഏത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നാലും ഇതിനെ സംരക്ഷിക്കേണ്ടത് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തിന് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഏതൊക്കെ തരങ്ങളിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പല രീതികളിലുള്ള അക്രമങ്ങൾ ഉണ്ടായത് എന്ന് ചിന്തിച്ചാൽ ആ അക്രമങ്ങളുടെ വർധനകളുടെ തോതനുസരിച്ച് സമസ്ത കൂടെ നിൽക്കാൻ പോലും സാധ്യമാകുമായിരുന്നില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ മീഡിയകൾ അതുപോലെ തന്നെ മാധ്യമങ്ങളെല്ലാം തങ്ങളുടെ കൈകളിലാക്കി ഇഷ്ടംപോലെ സമ്പത്തുമായി ഇറങ്ങി തിരിച്ചുകൊണ്ട് ഒന്നുമില്ലാത്ത പാവങ്ങളായ ഉസ്താദുമാരുടെ ഈ പവിത്രമായ മുന്നേറ്റത്തെ ചെറുത്തു തോൽപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കോടതികളിൽ പോലും സമസ്തക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആദർശ ശക്തി നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോ പടച്ച റബ്ബാണ് അവരെ സഹായിച്ചത്. മഹാനായ കണ്യത്ത് ഉസ്താദിനെ സഹായിച്ചത്, ശംസുൽ ഉലമയെ സഹായിച്ചത് അള്ളാഹുവാണ്. ആ അള്ളാഹു ദീൻ നിലനിർത്താൻ സമസ്ത ഇവിടെ വേണമെന്ന് അള്ളാഹുവാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം സമസ്തയുടെ ഉസ്താദുമാർ ആദർശ വിശുദ്ധിയിൽ കണിശത പുലർത്തിയിരുന്നവരാണ്. ഇവിടെ പ്രസംഗിക്കേണ്ടിയിരുന്ന ബഹുമാന്യനായ തയ്യിബ് വൈസിയുടെ പിതാവടക്കമുള്ള മഹാനായ ഉസ്താദ് ഐദുറൂസ് മുസ്ലിയാർ, അള്ളാഹു ഇവിടുത്തൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയോ ഒരു പണ്ഡിതന്റെ ജീവിതം എന്തായിരിക്കണമെന്ന് വരച്ചു കാണിച്ചാണ് ആ മഹാനൊക്കെ ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോ ഈറനെണിയാതെ വായിക്കാൻ കഴിയില്ലല്ലോ. ഒരിക്കൽ കുറ്റിപ്പുറം ഒരു ഭാഗത്ത് പാതിരാത്രി എവിടെയോ പ്രസംഗം കഴിഞ്ഞ് അങ്ങോട്ട് കുറ്റിപ്പുറമെത്തി, പിന്നീട് വാഹനം കിട്ടാനില്ല, എന്ത് ചെയ്യും, എവിടെയാണ് താമസിക്കുക? അങ്ങനെ നടന്നു പോകുമ്പോഴാണ് CH ഉസ്താദിന് റെയിൽവേയുടെ വക്കിലുള്ളൊരു പള്ളി ശ്രദ്ധയിൽപ്പെടുന്നത്. പള്ളിയാണല്ലോ, മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. നേരെ പള്ളിയിലേക്ക് കടന്നു ചെന്നപ്പോഴോ ഇശാന്റെ സമയമൊക്കെ കഴിഞ്ഞ് ആ പള്ളിയുടെ ഇമാം പള്ളി പൂട്ടാൻ വേണ്ടി പോകുമ്പോഴാണ് മഹാനായ ശൈഖുനാ CH ഉസ്താദ് കയറി ചെല്ലുന്നത്. എന്നിട്ട് പറഞ്ഞു, മോനെ, ഞാനിവിടെ അന്തിയുറങ്ങാൻ വന്നതാണ്, എനിക്കിവിടെ പള്ളിയിൽ നിന്ന് കിടക്കണം, അതിന് സമ്മതം വേണം. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ഈ വന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ മുഷാവറ മെമ്പറും നേതാവുമായ CH ഉസ്താദാണ്. അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, ഏതോ വഴിപോക്കനാണെന്ന രീതിയിൽ പറഞ്ഞു, ഇവിടെ അങ്ങനെ ആരെയും അനുവദിക്കാറില്ല, ഇവിടെ അങ്ങനെ കിടക്കാൻ കഴിയില്ല, ഇവിടെ അങ്ങനെ പല ആളുകളും വരും, ഇത് റെയിൽവേയുടെ ഭാഗമാണ്, ഇവിടെ റെയിൽവേയുടെ ഓരത്തുള്ള പള്ളിയാണ്, പല ആളുകളും ഈ രീതിയിൽ കപട വേഷവുമായി വരാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങ് കിടത്തില്ല, നിങ്ങൾ ഇവിടെ കിടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശൈഖുനായോട് കയർത്ത് സംസാരിക്കുന്നു. ഒന്നും പറഞ്ഞില്ല, പുഞ്ചിരിത്തുക മാത്രം ചെയ്തു. അദ്ദേഹം വാതിലടച്ച് പോയി. സുബ്ഹാന ജല്ല ജലാലു സുബഹി ബാങ്ക് കൊടുക്കാൻ വന്നപ്പോ കാണേണ്ട കാഴ്ച എന്താണെന്നറിയോ? ആ തണുപ്പുള്ള രാത്രിയിൽ ഹൗലുങ്കരയുടെ ഒരു ഭാഗത്ത് തന്റെ മുണ്ട് വിരിച്ച് സുജൂദിലായി കിടക്കുന്ന ഈ പണ്ഡിതനെ കണ്ടപ്പോ അപ്പോഴേ അദ്ദേഹം ആകെ അന്താളിച്ചു, റബ്ബേ, ഞാൻ ആരോടാണ്, ഇദ്ദേഹം ആരാണ്? കാരണം ഈ തണുപ്പുള്ള രാത്രിയിൽ അതിശക്തമായി കഠിനമായ തണുപ്പ് വകവെക്കാതെ ഹൗലിന്റെ കരയിൽ സുജൂദിലായി കിടക്കുന്ന ശൈഖുനായെ കണ്ടപ്പോ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആകെ പരിഭ്രമമുണ്ടായി, പ്രയാസമുണ്ടായി. ഏതാണെങ്കിലും സുബഹിക്ക് വന്ന നാട്ടിലുള്ള പ്രമാണിമാർ മഹാനായ ശൈഖുനായെ തിരിച്ചറിഞ്ഞു. ആലിംഗനം ചെയ്തു, ഉസ്താദേ, എന്താണ് ഈ കാണുന്ന കാഴ്ച? അങ്ങെന്താണ്, ഇവിടെയാണോ കിടന്നത്? ഒരു വാക്കറിയിക്കാമായിരുന്നില്ലേ? എന്നാ നാട്ടിലുള്ള ധനാഢ്യനായ പ്രമുഖരായ ഉമറാക്കൾ പറഞ്ഞപ്പോ അപ്പോഴാണ് പള്ളിയുടെ ഇമാമാകെ തരിച്ചു പോയത്. റബ്ബേ, ഞാൻ ഇന്നലെ കയർത്ത് സംസാരിച്ചത് ബഹുമാനപ്പെട്ട ഐദുറൂസ് ഉസ്താദാണോ, ഈ മഹാപണ്ഡിതനാടാണോ? അദ്ദേഹത്തിനാകെ പ്രയാസമായി.
നേരെ സുബഹി നമസ്കാരം കഴിഞ്ഞു. വളരെ ഭവ്യതയോടെ ചെന്ന് പറഞ്ഞു, ഉസ്താദെ ക്ഷമിക്കണം, അങ്ങേ അറിയാതെ വന്നു പോയതാണ്, അങ്ങാരാണെന്നറിയാതെ സംഭവിച്ചു പോയ അപരാധം ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞപ്പോ മഹാനായ CH ഉസ്താദ് പറഞ്ഞ വാക്കുണ്ട്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാർ പുലർത്തിപ്പോകുന്ന ആദർശ നിഷ്ഠതയാണ്. അദ്ദേഹം പറഞ്ഞ, എത്ര മോനെ, നിന്നെ പോലൊരു പണ്ഡിതനെയാണ് പള്ളിക്ക് ആവശ്യം. നോക്കൂ, നിങ്ങള് മഹാനായ ഉസ്താദ് പറഞ്ഞ വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം. നിന്നെ പോലെയുള്ള ആളുകളാണ് പള്ളിക്ക് ആവശ്യം. നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നീ ഭംഗിയായി നിർവഹിച്ചു. കാരണം നിന്നെ ഏൽപ്പിച്ചതാണ്, ആ ഉത്തരവാദിത്തം നീ നിർവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പുഞ്ചിരി തൂകി ആ പണ്ഡിതനായ ചെറുപ്പക്കാരന്റെ തലയിൽ തന്റെ സ്നേഹസ്പർശനം നൽകിയിട്ട് അദ്ദേഹത്തെ അനുമോദിച്ച മഹാനായ മൗലാന CH ഉസ്താദ്. ഇതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉസ്താദുമാരുടെ ആദർശം മനസ്സിലാക്കാൻ, അവരുടെ വ്യക്തി വിശുദ്ധി മനസ്സിലാക്കാൻ ഇതുപോലെ പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ സ്വകാര്യതകളിൽ മാത്രമല്ലല്ലോ, സാമ്പത്തിക ഇടപാടിലും അത് പ്രകടമായിരുന്നുവല്ലോ. മഹാനായ മൗലാന KT ഉസ്താദിനെ UAE കൊണ്ടുപോയി. എന്നിട്ട് അവിടെ പിരിവ് നടത്താൻ ദാറുൽ നജാത്തിന് വേണ്ടി പിരിക്കാൻ പോയതാണ്. ആ സമയത്ത് ആരോ പറഞ്ഞത്രേ, ഒരു ഷെയ്ഖിന്റെ അടുക്കൽ പോയാൽ അദ്ദേഹത്തിന് ഫായിദ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ പലിശ മതി. മലപ്പുറം ജില്ല ഒന്നാകെ വാങ്ങാൻ കണക്ക് അദ്ദേഹത്തിന് പലിശയുണ്ട്, അതുകൊണ്ടത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോ മഹാനായ മൗലാന KT ഉസ്താദ് ഇതാണെന്ന് അറിഞ്ഞ ഉടനെ പിറന്തിരിച്ചു കൊണ്ടുവന്നപ്പോ ആര് പറഞ്ഞത്രേ, ഇതൊക്കെ അറിഞ്ഞിട്ടും വേറെ ആളുകൾ ഇത് വാങ്ങിക്കൊണ്ടു പോയിട്ടുണ്ടല്ലോ, അവർക്കതൊന്നും ബാധകമല്ലാതെ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ, ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഈ ദീനിന് വേണ്ടി ഒരു ചില്ലിക്കാശ് ഹറാമായ ഭാഗത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് ജീവിതത്തിലും സാമ്പത്തിക ഇടപാടുകളിലും എല്ലാം വളരെ വ്യക്തമായ ആദർശം കാത്തു സൂക്ഷിച്ച, വിശുദ്ധി കാത്തു സൂക്ഷിച്ച പ്രഗത്ഭന്മാരായ ഉസ്താദുമാർ, ആ ഉസ്താദുമാർ നേതൃത്വം നൽകിയ മഹത്തായ നമ്മുടെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് ഇന്ന് നേതൃത്വം നൽകുന്നതും ആദരണീയരായ മഹാപണ്ഡിതന്മാരാണ്. നമുക്കറിയാമല്ലോ, മൗലാന റഈസുൽ ഉലമാ ശൈഖുന ഉസ്താദ് കോയക്കുട്ടി മുസ്ലിയാർ ആനക്കര, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ആ പണ്ഡിതന്റെ ജീവിതം എന്താണ്. ഞാൻ വളരെ അടുത്ത പ്രദേശത്തുകാരനാണ്. എൻ്റെ ജില്ലയിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ എൻ്റെ രാജ്യവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതം പരിശോധിച്ചാൽ തന്റെ ജ്യേഷ്ഠന്റെ ഖബറുള്ളത് തന്റെ വീട്ടിലാണ്. ആ ഖബറിനോട് അടുത്ത് തന്നെ ഒരു ഖബർ കുഴിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? മഹാനായ മൗലാന കോയക്കുട്ടി ഉസ്താദിന് വേണ്ടി ഖബർ കുഴിച്ചിട്ടുണ്ട്. എന്നും അതിരാവിലെ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ആ ഖബറൊന്ന് നോക്കും, എന്നിട്ട് അവിടെ നിന്ന് ഖുർആനോതും. ആ ഖുർആനോദിയതിനു ശേഷമാണ് കോയക്കുട്ടി ഉസ്താദ് താൻ ഏറ്റെടുത്ത പരിപാടിക്ക് വേണ്ടി പോകുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, ഈ കോയക്കുട്ടി എന്ന് പറയുന്നത് ഞാൻ മരിക്കുന്നവരാണ്, എനിക്കുള്ള ഖബറാണ് ഈ കിടക്കുന്നത്. ആ ഖബറൊന്ന് നോക്കിയിട്ട് റബ്ബേ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ഉണ്ടാകരുത് എന്ന് കരുതി ആ രീതിയിൽ തഖ്വയോടെ ജീവിക്കുന്ന മഹാനായ മൗലാന കോയക്കുട്ടി ഉസ്താദ് നേതൃത്വം നൽകുമ്പോ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പ്രമേയം തെരഞ്ഞെടുത്തത് അക്ഷരാർത്ഥത്തിൽ അർത്ഥപൂർണമായി അന്നും ഇന്നും പ്രകടമായി നിൽക്കുന്നുവെന്നത് വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുർക്കൊക്കെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മൗലാന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദോ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പല ആളുകളും തലക്കനത്തോട് കൂടെ ആർഭാടങ്ങളോട് കൂടെ ലോകത്തിൽ പ്രകടനമായി ജീവിക്കുമ്പോ മഹാനായ മൗലാന ചെറുശ്ശേരി ഉസ്താദോ നിങ്ങൾ നോക്കൂ, നിറഞ്ഞ പാണ്ഡിത്യം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, പുഞ്ചിരിയുള്ള മഹാമനുഷ്യൻ, ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ മഹാപണ്ഡിതൻ ശംസുൽ ഉലമയുടെ കാലഘട്ടത്തിൽ പോലും ഫത്വയുമായി ആളുകൾ വരുമ്പോ നിങ്ങൾ ചെറുശ്ശേരിയെ സമീപിക്കൂ എന്ന് പറഞ്ഞേക്കാറുള്ള സൈനുൽ ഉലമ എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ്. നോക്കൂ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ മറ്റാളുകൾ വളരെ താല്പര്യത്തോടെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളുമായി വരുമ്പോൾ അതെല്ലാം സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് സാധാരണക്കാരനെ പോലെ യാത്ര ചെയ്യുന്ന, സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന, സാധാരണക്കാരനെ പോലെ വീട്ടുകാരനായി തന്റെ പൊതിയും കയ്യിൽ വെച്ചുകൊണ്ട് വീടുകളിലേക്ക് നടന്നു പോകുന്ന മഹാനായ മൗലാന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, ഇവരൊക്കെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടിപ്പറത്തി ഞാൻ അവസാനിപ്പിക്കുന്നു, നീട്ടിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊക്കെ നമ്മുടെ പ്രതിജ്ഞ പുതുക്കേണ്ടത് ഈ ഒരു സംഘം ഇത് ഇമാം മഹ്ദിയിലേക്ക് മഹാനായ വരക്കൽ തങ്ങൾ പാപ ദുആ ചെയ്ത പോലെ അത് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടവർ, അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടവർ നമ്മളാണ്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് സങ്കീർണമായ പ്രതിസന്ധികൾ ഇപ്പോഴുണ്ട്, ഇനിയും ഉണ്ടാകും, പ്രതിബന്ധങ്ങൾ പലതും ഉണ്ടാകും. പക്ഷേ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ, ഈ മില്ലത്തിനെ നിലനിർത്താൻ, ഈ നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ അവരുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ സ്വദേശത്തും വിദേശങ്ങളും ഇവിടെയൊക്കെയുള്ള നിങ്ങളെപ്പോലെയുള്ള സഹോദരങ്ങളുടെ ഈ നിസ്സീമമായ പിന്തുണയും പ്രവർത്തനവും എല്ലായ്പ്പോഴും ആവശ്യമാണ്. കാരണം തളരാതെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നാളെ ഇവരോട് കൂടെ സ്വർഗത്തിൽ പോകാൻ വളരെ
സംശയമില്ലാതെ വളരെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, തീർച്ചയായും ഈ ഉസ്താദുമാർ നമ്മളെ നയിക്കുന്നത് സത്യത്തിന്റെ പാന്താവിലേക്കാണ്, ഹിദായത്തിന്റെ മാർഗങ്ങളിലേക്കാണ്. അവിടെ നോക്കിയാൽ പൊങ്ങച്ചങ്ങളില്ല, അവിടെ നോക്കിയാൽ മറ്റു ഭൗതികമായ പ്രകടനങ്ങളില്ല, അവിടെ നോക്കിയാൽ ആർഭാടങ്ങളില്ല, അവിടെ നോക്കിയാൽ കാട്ടിക്കൂട്ടലുകളില്ല, അവിടെ നോക്കിയാൽ കള്ളപ്പിരിവുകളില്ല, അവിടെ നോക്കിയാൽ മറ്റു പ്രകടനമായ നാടകത്തര പ്രവർത്തനങ്ങളില്ല. അവിടെ ഒന്നേ ഉള്ളൂ, അത് ദീനാണ്. ആ ദീനിന്റെ പ്രചരണമാണ്, അതിന് മദ്രസ ഉണ്ടാക്കലാണ്, അതിന് മസ്ജിദുകളിൽ ദർസ് ഉണ്ടാക്കലാണ്, ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കലാണ്. അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമസ്തകാല ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിന് മഹാസമ്മേളനം ആലപ്പുഴയിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ നമ്മൾ ഉണ്ടാകണം. എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി ഞാൻ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.